നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ചില ഭാഗങ്ങൾ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷന് വേണ്ടി ആവശ്യമുള്ളത് കൊണ്ട് കുറച്ചൊന്ന് കഴിഞ്ഞ ദിവസം എടുത്ത ചില ടോപ്പിക്കിലൂടെ നമ്മൾ വീണ്ടും ഒന്ന് കയറിയിറങ്ങും. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്. ഓക്കെ, ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്. നിങ്ങൾ നോക്കിക്കേ, ഡിഫക്റ്റുകൾ രണ്ടു രീതിയിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞതുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ തെളിയുന്ന സ്ക്രീനിൽ ഒരുപാട് സ്ഫിയറുകൾ ഉണ്ട് അല്ലെ? ആ സ്ഫിയറുകളൊക്കെ ഒന്നുകിൽ ആറ്റമാണ്, അല്ലെങ്കിൽ മോളിക്യൂൾ ആണ്, അല്ലെങ്കിൽ അയോൺ ആണ്. അപ്പോ ഇവയെ നമ്മൾ ഇങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ച് ആദ്യം നീളത്തിൽ ക്രമീകരിക്കും, പിന്നീട് വീതിയിൽ ക്രമീകരിക്കും, പിന്നീട് ഉയരത്തിൽ ക്രമീകരിക്കും. ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന ആ സംവിധാനത്തെയാണ് നമ്മുടെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റീസ് എന്നൊക്കെ പറയുക. അങ്ങനെ ആ ക്രിസ്റ്റലിൽ നിന്നും ഏതെങ്കിലും ഒരു സ്ഫിയർ ഒഴിഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 2, 4, 6, 8 സ്ഫിയറുകൾ നിങ്ങളുടെ മുമ്പിലുള്ള സ്ക്രീനിൽ തെളിയുന്നു. അത് ഓരോന്നും ആറ്റമാണ് മക്കളെ. അപ്പൊ ഈ ആറ്റങ്ങള് ഈ ലൈനിലുള്ള മൊത്തം ആറ്റങ്ങൾ, അതായത് 8 സ്ഫിയറുകളും ഒഴിഞ്ഞു പോവുകയാണ് എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ്. മീൻസ് ഒരു ലൈനിൽ ക്രമീകരിച്ചിരിക്കുന്ന ആറ്റങ്ങൾ മൊത്തമായും സ്ഥാന വ്യതിയാനം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു ഡിഫക്റ്റ് രൂപം കൊള്ളുന്നതെങ്കിൽ അതിന്റെ പേരാണ് ലൈൻ ഡിഫക്റ്റ്. എന്നാൽ ഈ 8 നിങ്ങളുടെ മുമ്പിലെ സ്ക്രീനിൽ തെളിയുന്ന, ഉദാഹരണമായി നമ്മൾ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ഈ 8 സ്ഫിയറുകളിൽ 8 ആറ്റങ്ങളിൽ ഏതെങ്കിലും ഒരാറ്റം, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഏതെങ്കിലും ഒരാറ്റം അത് നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയൊരു സ്ഥലത്തോട്ട് മാറുകയോ അതല്ല എങ്കിൽ അത് ആ സ്ഥാനത്തു നിന്നും ഇറങ്ങി ഈ ക്രിസ്റ്റലിൽ നിന്ന് വെളിയിൽ പോവുകയോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുക. ഇപ്പൊ ക്രിസ്റ്റലിനകത്ത് കാണുന്ന ഡിഫക്റ്റുകളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം: പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. ഒരു ക്രിസ്റ്റലിനകത്തുള്ള ഒരു ലൈനിൽ ക്രമീകരിച്ചിരിക്കുന്ന ആറ്റങ്ങൾ മൊത്തമായും ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് ലൈൻ ഡിഫക്റ്റ്. ഏതെങ്കിലും ഒരാറ്റം അത് ആ സ്ഥാനത്ത് നിന്നും പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയും. അപ്പൊ പോയിന്റ് ഡിഫക്റ്റ്, അതുപോലെ ക്രിസ്റ്റൽ ഡിഫക്റ്റ്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡിഫക്ട്സ് ആർ ഇറഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. ഘടക കണികകളുടെ ക്രമീകരണത്തിൽ നിന്നും അല്ലെങ്കിൽ ക്രമീകരണത്തിന് സംഭവിക്കുന്ന പിന്നെ എന്താണ് ഇറഗുലാരിറ്റീസിനെയാണ് നമ്മൾ ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 2 types: point defects and line defects. Point defects are the irregularities from the arrangement of an atom. ഒരാറ്റത്തിന്റെ ക്രമീകരണത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരൊറ്റ ആറ്റത്തിന്റെ ക്രമീകരണത്തിലെ അസ്വാഭാവികത കൊണ്ട്, ഇറഗുലാരിറ്റീസ് കൊണ്ട് പിന്നെ അറൈസ് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്റ്റൽ ഡിഫക്റ്റുകൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. ഇതിൽ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ +2 സിലബസിൽ ഇല്ല. നമുക്ക് പോയിന്റ് ഡിഫക്റ്റ് പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ലൈൻ ഡിഫക്റ്റിൽ നിന്നും മാറി പോയിന്റ് ഡിഫക്റ്റിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. ഓക്കെ, ഇനി പോയിന്റ് ഡിഫക്റ്റുകൾ തന്നെ 2 രീതിയിലുണ്ട്. അതില് പല നമുക്ക് രീതിയിൽ പറയാം. ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, അതുപോലെ മറ്റൊന്ന് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, വേറെ ഒന്ന് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇതില് എന്താണ് ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കത് നോക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നാലും ഒന്ന് പറയാം. അപ്പൊ വാട്ടറിന്റെ ഫോർമുല എന്താണ്? H2O അല്ലെ? വാട്ടറിന്റെ ഫോർമുല H2O എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹൈഡ്രജനും 1 ഓക്സിജനെ വെള്ളത്തിലുള്ളൂ എന്നാണോ? അല്ല. വെള്ളത്തിൽ ഒരുപാട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരുപാട് ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ? അപ്പോ വെള്ളത്തിൽ 1000 ഹൈഡ്രജൻ ഉണ്ട് എന്ന് കരുതുക. അപ്പൊ എത്ര ഓക്സിജൻ ഉണ്ടാവുള്ളൂ? 500 അല്ലെ? അതായത് ഹൈഡ്രജന്റെ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 1 ഓക്സിജൻ ഉണ്ടാവുള്ളൂ. മീൻസ് 1000 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഒരു 500 ഓക്സിജൻ ഉണ്ടാവും. 10,000 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 5000 ഓക്സിജൻ ഉണ്ടാവുള്ളൂ. അതായത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അതിന്റെ നേർപകുതിയെ ഓക്സിജൻ വരാൻ പാടുള്ളൂ. അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണത്തിലുള്ള അനുപാതം 2:1 എന്ന് നിലനിൽക്കണം. അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും ക്രമീകരിക്കുമ്പോഴേ, ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന രീതിയിൽ ക്രമീകരിക്കുമ്പോഴേ അതിനെ നമ്മൾ വാട്ടർ എന്ന് പറയുള്ളൂ. ഓക്കെ, അതേസമയം
നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോ ഇതിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഈ 1000 ഹൈഡ്രജനും 1000 ഹൈഡ്രജനും 500 ഓക്സിജനും എന്ന രീതിയിലായിരുന്നു നമ്മൾ എടുത്ത പാത്രത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം. അത് വാട്ടറാണ്, കാരണം അവിടെ 2:1 എന്ന് പറഞ്ഞ അനുപാതമുണ്ട്. ഇനി ആ വാട്ടറിൽ നിന്നും, വാട്ടർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്, അതിന്റെ സോളിഡ് രൂപമാണ് ഐസ്. അപ്പൊ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സോളിഡ്. അപ്പൊ ഞാൻ H2O എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് ഐസിനെയാണ്. അപ്പോ ഐസിലെ 1000 ഹൈഡ്രജനും 500 ഓക്സിജനും ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഐസിൽ നിന്നും 2 ഹൈഡ്രജൻ ആറ്റം ഇറങ്ങിപ്പോയി. 2 ഹൈഡ്രജൻ ആറ്റം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ? 1000 ഹൈഡ്രജൻ ഉണ്ടായിരുന്ന എത്ര ഹൈഡ്രജനായി? 998 ഹൈഡ്രജനായി അല്ലെ? അപ്പൊ 998 ഹൈഡ്രജൻ ഉണ്ടാകുമ്പോ എന്ത് വേണം? ഇതിൽ നിന്നും ഒരു ഓക്സിജനും ഇറങ്ങിപ്പോയെന്ന് വിചാരിക്കാം. എത്ര ഓക്സിജൻ ആകെ ഉണ്ടായിരുന്ന? 500. അത് എത്രയായിട്ട് ചുരുങ്ങി? 499. അപ്പൊ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? 998:499. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും 2:1 എന്ന് പറയുന്ന അനുപാതം നിലനിൽക്കുന്നു. അതായത് ഹൈഡ്രജൻ ഇറങ്ങിപ്പോയത് കൊണ്ടോ ഓക്സിജൻ ഇറങ്ങിപ്പോയത് കൊണ്ടും ഇതിന്റെ ഫോർമുലയ്ക്ക് അല്ലെങ്കിൽ അവിടെ നിലനിന്നിരുന്ന ആറ്റങ്ങൾക്കിടയിലുള്ള റേഷ്യോയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ ഒരു ഡിഫക്റ്റ് കൊണ്ട് ഒരു സോളിഡിനകത്തുള്ള വിവിധങ്ങളായ ആറ്റങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന റേഷ്യോയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് അഥവാ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. എന്താ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം: the defects that do not disturb the stoichiometry of a solid. ഒരു സോളിഡിന്റെ സ്റ്റോഷിയോമെട്രിയെ അഫക്റ്റ് ചെയ്യാത്ത ഡിഫക്റ്റിനെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ സ്റ്റോഷിയോമെട്രി എന്ന് നിങ്ങൾക്ക് സ്റ്റോഷിയോമെട്രി അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ഉള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ പല അവ്യക്തതകളും നമുക്കുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കാരണം സ്റ്റോഷിയോമെട്രി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും ആ ക്രിസ്റ്റലിനകത്തുണ്ടായിരുന്ന ആറ്റങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന റേഷ്യോ അതേപടി നിലനിൽക്കുകയാണെങ്കിൽ ഡിഫക്റ്റ് കൊണ്ട് ആറ്റങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന റേഷ്യോയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല, ഓട്ടം സംഭവിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. രണ്ടാമത്തെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഒരു ക്രിസ്റ്റലിൽ പുറത്തു നിന്ന് ഒരാൾ വന്നു, അതുകൊണ്ട് ആ ക്രിസ്റ്റലിനകത്ത് വരുന്ന ഡിഫക്റ്റിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാ. മൂന്നാമത്തതാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. എന്താ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ക്രിസ്റ്റലിൽ നിന്നും ആറ്റങ്ങൾ ഇറങ്ങിപ്പോയി അല്ലെ? അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അതിന്റെ ആ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായി ക്രിസ്റ്റലിനകത്തുള്ള വിവിധ ആറ്റങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന റേഷ്യോ ഏതായിരുന്നോ ആ റേഷ്യോ എന്ത് ചെയ്തു? ആ റേഷ്യോക്ക് കോട്ടം സംഭവിച്ചു, ആ റേഷ്യോ അഫക്ട് ചെയ്യപ്പെട്ടു. അതായത് ആ റേഷ്യോക്ക് വാട്ടറാണെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും, 2 ഹൈഡ്രജൻ മാത്രം ഇറങ്ങിപ്പോയി. ഓക്സിജൻ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഹൈഡ്രജൻ 1000 ആണെങ്കിൽ ഓക്സിജൻ 500 എന്ന് നേരത്തെ ഉണ്ടായിരുന്ന. ഇപ്പൊ 2 ഹൈഡ്രജൻ ഇറങ്ങിപ്പോയപ്പോ ഹൈഡ്രജൻ എണ്ണം 998 ആയി. ഇപ്പോഴും എത്ര ഓക്സിജൻ ഉണ്ട് അവിടെ? 500 ഓക്സിജൻ ഉണ്ട്. ഇപ്പൊ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഇടയിൽ നിലനിൽക്കുന്ന റേഷ്യോ 2:1 എന്നാണോ? അല്ല. അപ്പൊ അങ്ങനെ സ്റ്റോഷിയോമെട്രിയെ അഫക്ട് ചെയ്തു. റേഷ്യോ, വിവിധ ആറ്റങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന റേഷ്യോ മാറി. ഇങ്ങനെ മാറുന്ന ഡിഫക്ട്, മാറ്റം വരുത്തുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇത് എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് എന്നതിലേക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇനി ഡിഫക്ട് പോയിന്റ് ഡിഫക്റ്റുകൾ 3 ആയിട്ട് തിരിച്ചു: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നാൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ദീസ് ഡിഫക്ട്സ് do not disturb the stoichiometry of a solid. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളെ വിളിക്കുന്നതായ മറ്റു ചില പേരുകളുണ്ട്. ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്നോ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നോ ഒക്കെ അതിനെ വിളിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ these defects do not disturb the stoichiometry of a solid. ഓക്കെ, ശ്രദ്ധിക്കൂ. ഇനി നമ്മൾ പറയാൻ പോണു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ ഇപ്പൊ നിങ്ങൾക്കറിയാം NaCl, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺ ആരാ? Na+ഉം Cl- അല്ലേ? അപ്പൊ അതൊരു അയോണിക് സോളിഡ് ആണ്.
ശരിയാണല്ലോ. അപ്പൊ അയോണിക് സോളിഡ് അല്ലാത്ത സോളിഡുകൾ നിരവധിയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് അതൊരു അയോണിക് സോളിഡ് അല്ല, അല്ലെ? അതൊരു മോളിക്കുലാർ സോളിഡ് ആണ്. അപ്പോ അയോണിക് സോളിഡ് അല്ലാത്ത സോളിഡുകളിൽ NaCl ഒരു അയോണിക് സോളിഡ് ആണ്, ACl ഒരു അയോണിക് സോളിഡ് ആണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സാധാരണഗതിയിൽ ആൽക്കലി മെറ്റലുകളായ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളായ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും എലമെന്റുകൾ ഫോം ചെയ്യുന്ന സോളിഡുകളെല്ലാം എന്ത് സോളിഡ് ആയിരിക്കും? അയോണിക് സോളിഡ് ആയിരിക്കും. കാരണം അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അതേസമയം പിന്നെ ഇത് ഞാൻ നേരത്തെ നമ്മുടെ മുമ്പത്തെ സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു: മോളിക്കുലാർ സോളിഡ്, അയോണിക് സോളിഡ്, കോവാലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ്. ഇതിൽ അയോണിക് സോളിഡ് അല്ലാത്ത എല്ലാ സോളിഡുകളും കാണിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ 2 രീതിയിലുണ്ട്. അതിലൊന്ന് വാക്കൻസി ഡിഫക്റ്റ്, രണ്ടാമത്തത് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നാണ് ഹെഡിങ്. എല്ലാ ക്രിസ്റ്റലുകളും കാണിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന, അതായത് NaCl, KCl, KBr, CsCl ഇങ്ങനെ എസ് ബ്ലോക്ക് ഇലമെന്റുകൾ ഫോം ചെയ്യുന്ന സോളിഡുകളാണ് സാധാരണ അയോണിക് സോളിഡ്സ്. അല്ലാത്തത് വളരെ കുറവാണ്. പറഞ്ഞു വരുന്നത് നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ 2 ഉണ്ട്. അതിലൊന്ന് വാക്കൻസി ഡിഫക്റ്റ്, രണ്ടാമത്തത് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വാക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിപ്പോ ഒരു ക്രിസ്റ്റൽ ആണ് അല്ലെ, ഇതൊരു നോൺ അയോണിക് സോളിഡ് ആണ് എന്ന് നിങ്ങൾ കരുതുക. അപ്പൊ അവിടെ എന്താണ്, ഒന്നാമത്തെ റോയിൽ നിന്നും ആര് പോയിരിക്കണോ? ഒന്നാമത്തെ റോയില് ഒരു സ്ക്വയർ കാണാനല്ലോ, വെളുത്ത സ്ക്വയർ ഉണ്ടല്ലോ, അതിനർത്ഥം എന്താ? അവിടെ നിന്നും ആറ്റം ഇറങ്ങി പോയിരിക്കുന്നു. രണ്ടാമത്തെ കേസില് 4 ആറ്റങ്ങളുണ്ട്, അതിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വെളുത്ത സ്ക്വയർ ഉണ്ട്. അതിന്റെ മീനിങ് എന്താ? അവിടെ നിന്നും ഒരു ആറ്റം ഇറങ്ങിപ്പോയിരിക്കുന്നു. ആ ആറ്റങ്ങൾ ഇറങ്ങിപ്പോയിരിക്കുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയല്ലേ നമ്മൾ എന്ത് പറയാ? വാക്കൻസി എന്ന് പറയുക. ഇങ്ങനെ ഉള്ള ഡിഫക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്കൻസി ഡിഫക്ട്സ്. എന്താണ് മക്കളെ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വാക്കൻസി ഡിഫക്ട് എന്ന് പറയും. വാക്കൻസി ഡിഫക്ട്. ഓക്കെ, അപ്പോ ഇതൊരു നോൺ സ്റ്റോഷിയോമെട്രിക് സോളിഡ് കാണിക്കുന്ന ഡിഫക്റ്റ് ആണ്. ഈ ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്കൻസി ഡിഫക്റ്റ്. വാക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ആ ക്രിസ്റ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. ഓക്കെ, വാക്കൻസി ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. When some of the lattice sites are vacant, the crystal is said to have vacancy defect. Okay, the crystal is said to have vacancy defect. Okay, ഇനി നമ്മൾ പറയുന്നു പിന്നെ സാധാരണ രീതിയിൽ ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്ന എപ്പോഴാണ്? പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണ്? It decreases the density of the solid. അല്ലെ, ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? മാസ് ബൈ വോളിയം. ആറ്റങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് വോളിയത്തിന് മാറ്റമൊന്നും വരുന്നില്ല, പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ മാസ് കുറയുന്നു. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം ആണ്. മാസ് കുറയുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പൊ ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഇനി വാക്കൻസി ഡിഫക്റ്റ് സാധാരണഗതിയിൽ രൂപപ്പെടുന്നപ്പോഴാണ്? വാക്കൻസി ഡിഫക്ട് ഈസ് ഡെവലപ്ഡ് when the substances are heated. ഒരു ക്രിസ്റ്റലിനെ എടുത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് സാധാരണ വാക്കൻസി ഡിഫക്റ്റുകൾ അറൈസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് the next one is വാക്കൻസി ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണ്. മക്കളെ, എന്താണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ ഈ ക്രിസ്റ്റൽ കാണിക്കാം. ഈ ക്രിസ്റ്റലിന്റെ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾ കാണുന്നുണ്ടാവുക. അതിൽ കറുത്ത നിറത്തിലുള്ള സ്ഫിയറുകൾ ഉണ്ടാകുന്നു. ആ സ്ഫിയറുകളുടെ ഇടയിലുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തെയാണ്, സ്ഫിയറുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ഫ്രീ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പിന്നെ 3 റോകളിലായിട്ട് സ്ഫിയറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ റോയിൽ 4 സ്ഫിയർ, രണ്ടാമത്തെ റോയിൽ 4 സ്ഫിയർ, മൂന്നാമത്തെ റോയിൽ 4 സ്ഫിയർ. പക്ഷെ ആ സ്ഫിയറുകളുടെ ഇടയിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ വീണ്ടും സ്ഫിയർ വന്നിട്ടുണ്ടല്ലോ. അത്തരം ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ, ക്രിസ്റ്റലിനകത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലെ സ്ഫിയറുകൾ അഥവാ ആറ്റങ്ങൾ കയറി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേര് പറയാ? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയാ. അപ്പൊ എന്താണ്? ഇറ്റ് ഡെവലപ്സ് when constituent particles occupy an interstitial site. അല്ലെ, അപ്പൊ നമ്മൾ നേരത്തെ പോലെയല്ല, നേരത്തെ ആറ്റങ്ങൾ ഉള്ള സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇവിടെ അങ്ങനെ ഒരാറ്റവും ഉള്ള സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോകുന്നില്ല. കാരണം നമ്മുടെ മുമ്പ് കാണിച്ചത് ഇറങ്ങിപ്പോയ സ്ഥലം നമ്മൾ വൈറ്റ് ആയിട്ടാണ് കാണിച്ചത്. ഇവിടെ അങ്ങനെ ഒരു വൈറ്റ് എന്ന് പറഞ്ഞ സ്ഫിയർ നിന്നിരുന്ന സ്ഥാനത്ത് എവിടെയും വൈറ്റ് കാണാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ആറ്റങ്ങളൊക്കെ അതേപോലെ നിൽക്കുന്നുണ്ട്.
പക്ഷെ പുതിയ ചില ആറ്റങ്ങൾ എവിടെ നിന്നോ കയറി വന്ന് അത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കയറി നിൽക്കുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡെവലപ്സ് when constituent particles occupy an interstitial site. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മാസ് കൂടുന്നു അല്ലെ? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ആ പുതിയ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മാസ് കൂടി, മാസ് കൂടിയാൽ ഡെൻസിറ്റി കൂടി. അപ്പൊ ഇറ്റ് ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. എന്താണ്? സോളിഡിന്റെ ഡെൻസിറ്റി വർദ്ധിക്കുന്നു എന്ന് കാണാം. ഓക്കെ, ഇനി വാക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആർ ഷോൺ ബൈ നോൺ അയോണിക് സോളിഡ്സ്. മുമ്പേ ഞാൻ പറഞ്ഞു ഈ എല്ലാ സോളിഡുകളും കാണിക്കുന്ന ഡിഫക്റ്റുകളല്ല വാക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും. These defects are shown by molecular solid. These defects are shown by metallic solid. These defects are shown by covalent solid. Means ബാക്കിയുള്ള 4 ടൈപ്പ് സോളിഡുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു these defects can be shown by molecular solids. These defects can be shown by covalent solids. And these defects can be shown by metallic solids. അപ്പൊ ഇനി ബാക്കിയുള്ളത് പറയാനുള്ള ആരാണ്? അയോണിക് സോളിഡ്. അയോണിക് സോളിഡ് ഇത് കാണിക്കുന്നില്ല. മീൻസ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് these defects are shown by non-ionic solids. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ആവർത്തനമാണ്. നമ്മൾ ഇതിന്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒരിക്കൽ കൂടി പറഞ്ഞതാണ്. Vacancy defect and interstitial defects are usually shown by non-ionic solids. ഇനി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ന്യായമായും സംശയിക്കും, NaCl, KCl, CaCl, KBr, NaI ഇതൊക്കെ അയോണിക് സോളിഡ്സ് അല്ലേ? ഇവയിലൊന്നും അയോണിക് ഇവയിലൊന്നും പിന്നെ ഡിഫക്റ്റുകളില്ലേ? ഉണ്ട്. അവയ്ക്ക് ഇടയിലുള്ള അവയ്ക്കുള്ളിലും എന്തുണ്ട്? മുമ്പത്തെ പോലെ വാക്കൻസി ഡിഫക്റ്റ് ഉണ്ട്. അവയ്ക്കുള്ളിലും പിന്നെ മുമ്പത്തെ പോലെ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ട്. പക്ഷെ അവയ്ക്ക് പറയുന്ന പേര് വാക്കൻസി ഡിഫക്റ്റ് എന്നും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്നും അല്ല. അവയെ പറയുന്ന പേര് ഷോർട്ട്കി ഡിഫക്റ്റ് എന്നും അതുപോലെ തന്നെ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നുമാണ്. ഓക്കെ, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നുമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഷോർട്ട്കി ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആരാണ്? അയോൺസ് ആണ് അല്ലെ? അപ്പൊ അതിനകത്ത് നിങ്ങൾ ഒന്നാമത്തെ റോ നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ റോയിൽ 4 പോസിറ്റീവ് ആയതുകൊണ്ട് 4 നെഗറ്റീവ് ആയതുകൊണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ NaCl എന്ന് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും NaCl ആരൊക്കെയുണ്ട്? Na പ്ലസും Cl മൈനസും അല്ലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ ആദ്യത്തെ പ്ലസ് എന്നുള്ളത് Na+, രണ്ടാമത്തെ മൈനസ് എന്നുള്ളത് Cl-, മൂന്നാമത്തെ പ്ലസ് Na+, നാലാമത്തെ മൈനസ് Cl-, അങ്ങനെ വരും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ റോ എല്ലാ ഭാഗത്തും അയോണുകൾ കാണാം, ഒരു ഭാഗവും ഫ്രീ ആയി കിടക്കുന്നില്ല. രണ്ടാമത്തെ കേസിൽ എന്താണ്? എല്ലായിടത്തും അയോണുകളെ കാണാം. എന്നാൽ മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ ഭാഗം എന്താണ്? വാക്കന്റ് ആണ് അല്ലെ? അതുപോലെ നാലാമത്തെ റോയിൽ അവസാന ഭാഗവും എന്താണ്? വാക്കന്റ് ആണ്. അപ്പൊ ഇങ്ങനെ അയോണുകളുടെ അയോണുകൾ നിൽക്കേണ്ട, കാറ്റയോണുകളും ആനയോണുകളും നിൽക്കേണ്ട സ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോയി അല്ലെ? ഇത്തരം ഫിനോമിന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കൊണ്ട് രൂപപ്പെടുന്ന ഡിഫക്റ്റുകളെ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്താ? ഇതിപ്പോ ഒരു ശരിക്കും എന്ത് ഡിഫക്റ്റ് ആണ് മക്കളെ? മുമ്പ് നമ്മൾ കണ്ട ഇതുപോലെ നോൺ അയോണിക് സോളിൽ ഇതുപോലെ കണ്ട സാധനം, ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ഡിഫക്റ്റ്, അതിനെ നമ്മൾ വാക്കൻസി ഡിഫക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഇതൊരു അയോണിക് സോളിഡ് ആണ്. അയോണിക് സോളിഡിൽ കാണുന്ന വാക്കൻസി ഡിഫക്റ്റിനെ വാക്കൻസി ഡിഫക്റ്റ് നല്ല പറയാനുള്ളത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോർട്ട്കി ഡിഫക്റ്റ്. അപ്പൊ യഥാർത്ഥത്തിൽ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുന്നത് അയോണിക് സോളിഡിൽ കാണുന്ന വാക്കൻസി ഡിഫക്റ്റ് ആണ്. അയോണിക് സോളിഡിൽ കാണുന്ന വാക്കൻസി ഡിഫക്റ്റ് ആണ്. അപ്പൊ ഷോർട്ട്കി ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കണം, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് നിരവധി തവണ ഈ ചോദ്യം വന്നിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളാം. ഇറ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ്സ്. ഇവിടെ നമ്പർ ഓഫ് മിസ്സിംഗ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ആർ ഈക്വൽ. ഒരിക്കൽ കൂടി ഇവിടെ നമ്മുടെ മുമ്പത്തെ ഡയഗ്രത്തിലേക്ക് നോക്കാം, ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ നോക്കിക്കേ, മൂന്നാമത്തെ റോയിൽ ഒഴിഞ്ഞു പോയതാരാ? മൂന്നാമത്തെ റോയിൽ രണ്ടാമത്തെ ഭാഗം ഒരു വൈറ്റ് സ്ഫിയർ കാണാം, അവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ എന്തുണ്ട്, അവിടെ എന്ത് പോയിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഞാൻ റൗണ്ട് ചെയ്ത എന്താ പറയാ ചുവന്ന ഭാഗത്ത് റൗണ്ട് ചെയ്ത സംഭവം നിങ്ങൾ നോക്കിയാൽ അവിടെ ഒഴിഞ്ഞു പോയത് ആരാണ്? മൈനസ് ആണ് അല്ലെ? പ്ലസ് കഴിഞ്ഞാൽ മൈനസ് ആണ് വരും. അവിടെ നെഗറ്റീവ് ആണ് ഒഴുകി പോയി, അതായത് ആനയാണ് ഒഴുകി പോയി. നാലാമത്തെ റോയില് ഒഴിഞ്ഞു പോയത് ആരാണ്? പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആണ് ഒഴിഞ്ഞു പോയത്. പ്ലസ് ആയോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കാറ്റയോൺ. ഇപ്പൊ ഷോർട്ട്കി ഡിഫക്റ്റില് ആനിയോൺ ഒഴിഞ്ഞു പോകും, കാറ്റയോൺ ഒഴിഞ്ഞു പോകും. അതെന്തിനാ അങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോണിക് സോളിഡുകളിലെ ടോട്ടൽ ചാർജ് എപ്പോഴും ന്യൂട്രൽ ആവണം. അപ്പൊ ഒരു നെഗറ്റീവ് ആണ് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ് ഒഴിഞ്ഞു പോകണം.
ഒഴിഞ്ഞുപോയ നെഗറ്റീവ് അയോൺ, അതായത് ആനയോണിന് ഒഴിഞ്ഞുപോയ ആനയോണിന്റെയും ഒഴിഞ്ഞുപോയ കാറ്റോണിന്റെയും എണ്ണം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഷോർട്ട് ഡിഫക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രദ്ധിക്കാതെ നന്നായിട്ട് മനസ്സിലാക്കി പോയിക്കോളൂ. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനെ ഉള്ളിങ്ങനെ ഉരുണ്ട് പോകുന്നത്. ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് മിസ്സിംഗ് കാറ്റോൺ ആൻഡ് ആനയോൺ ആർ ഈക്വൽ. ഇനി മൂന്നാമത്തത് ഇറ്റ് ഇസ് എ വാക്കൻസി ഡിഫക്ട്. ഷോർട്ട് ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണിത്. നിങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോവാം. വാക്കൻസി ഡിഫക്റ്റ് ആണല്ലോ. വാക്കൻസി ഡിഫക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. ഇറ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഓക്കെ. ഇനി പിന്നെ അടുത്ത കേസ് shown by ionic solids where cationic and anions are cation എന്നേ ഉള്ളൂ, cationic എന്നില്ല. shown by solids where cation and anion are cationic and anionic sizes എന്നുകൂടെ വേണം, are almost similar. ഓക്കെ. അതായത് Na+ന്റെ സൈസ് എന്താണോ ഏറെക്കുറെ അതേ സൈസ് തന്നെയാണ് Cl- ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ ആനയോണിന്റെയും, അപ്പൊ അവിടെ നമുക്ക് നിങ്ങൾ അതിന്റെ ഉദാഹരണം നോക്കാം. പിന്നെ ഇത് ഷോർട്ട് ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് ചില എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. NaCl. ഇപ്പൊ NaCl ഏതാണ് കാറ്റയോൺ? Na+. ഏതാണ് ആനയോൺ? Cl-. അതുപോലെ കുറച്ചുകൂടെ പിന്നെ നിങ്ങൾക്കറിയാം KCl എന്ന് പറയുമ്പോൾ K+ ആൻഡ് Cl-. K+ന്റെ സൈസും Cl- സൈസും ഏറെക്കുറെ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഒരു അയോണിക് സോളിഡിലുള്ള കാറ്റയോണിന്റെയും ആനിയോണിന്റെയും സൈസ് ഏറെക്കുറെയെങ്കിലും സിമിലർ ആണ് എങ്കിൽ അത്തരം പിന്നെ സോളിഡുകൾ സാധാരണ കാണിക്കാറുള്ളത് ഷോർട്ട് ഡിഫക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് ഒരു എക്സാമ്പിൾ ആണ് NaCl. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന മറ്റൊരു സോളിഡ് ആണ് KCl. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന മറ്റൊരു സോളിഡ് ആണ് CaCl. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന മറ്റൊരു സോളിഡ് ആണ് AgBr. അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയേണ്ട അടുത്ത വിഷയം എന്ന് പറയുന്നത് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ്. ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പൊ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഷോൺ ബൈ അയോണിക് സോളിഡ്സ് ഹാവിംഗ് സ്മോളർ കാറ്റയോൺ. ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കാറ്റയോൺ ഉണ്ട്, ഒപ്പം തന്നെ ആരുണ്ട്? ആനയോൺ ഉണ്ട്. പോസിറ്റീവ് അയോൺ ഉണ്ട്, നെഗറ്റീവ് അയോൺ ഉണ്ട്. ഓക്കെ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അതില് ഇടയില് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ അതാ ഇന്റർസ്റ്റീഷ്യൽ സ്പേസില് ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടാകും. ആ പോസിറ്റീവ് ആയി കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് ആയോൺ എന്ന് പറയുന്നത് അത് എവിടെന്നെങ്കിലും ഇറങ്ങി പോകുന്നത്. പോസിറ്റീവ് ആയോൺ വന്നിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇറങ്ങി വന്നതല്ല, മറിച്ച് പുറത്ത് എവിടുന്നോ വന്ന ഒരു സംഭവം ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കയറി വന്നതാണ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഇത്തരം പോസിറ്റീവ് അയോൺ കയറി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇവിടെ നമ്മൾ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ്. ഓക്കെ. ഇപ്പൊ പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇറങ്ങി വന്നത് എവിടെ നിന്നാണ്? അവിടെ ഒരു സ്ഫിയർ കാണാനുണ്ട്, പുറത്തുനിന്ന് വന്നതല്ല. നാലാമത്തെ സ്ഫിയർ പുറത്തു വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, പുറത്തു വന്നതല്ല. നിങ്ങൾ നോക്കൂ, നാലാമത്തെ ലെയറില് എന്തുണ്ട്? ഒരു എന്താണ് പറയാ, ബ്ലാങ്ക് സ്പേസ് കാണാൻ കഴിയും. ആ ബ്ലാങ്ക് സ്പേസിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള കാറ്റയോൺ ആണ് എന്ത് ചെയ്തത്? ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കയറി വന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ പിന്നെ ബ്ലാങ്ക് സർഫസിൽ നിന്നും അല്ലെങ്കിൽ ആ ബ്ലാങ്ക് ഭാഗത്തു നിന്നും ഇറങ്ങി വന്ന അയോൺ അത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് കയറി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് പിന്നെ ഡെൻസിറ്റിക്ക് മാറ്റമില്ല. കാരണം എന്താ? ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി അത് പുറത്തോട്ട് പോവാതെ അതിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് മാറിയിരിക്കുക ചെയ്തത്. അപ്പൊ ഇതൊരു ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിക്ക് മാറ്റം വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ നോക്കുക, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കണമെങ്കിൽ ആ അയോണിക് സോളിഡേ പറ്റുള്ളൂ. അയോണിക് സോളിഡിനകത്തുള്ള ആനയോണിന്റെയും കാറ്റയോണിന്റെയും സൈസ് ഏറെക്കുറെയെങ്കിലും എന്താവേണ്ടതുണ്ട്? സെയിം ആവേണ്ടതുണ്ട്. അതേസമയം കാറ്റയോണിന്റെ സൈസ് കുറവാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാം? ആ കാറ്റയോണിന്റെ സൈസ് കുറവും ആനോണിന്റെ സൈസ് വലുതുമാക്കുമ്പോഴാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. കാരണം എന്താണ്? കാറ്റയോൺ ആണ് പോസിറ്റീവ് ചാർജുള്ള അയോണാണ് അറിയുന്നത്. ഈ പോസിറ്റീവ് ചാർജുള്ള അയോണിന് ചെറുതാണെങ്കിൽ മാത്രമാണ് അത് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ അതിനെ കൊള്ളുകയുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ്സ് ഹാവിംഗ് സ്മോളർ കാറ്റയോൺ ആൻഡ് ലാർജർ ആനിയോൺ. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതും ഫ്രങ്കൽ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഷോൺ ബൈ അയോണിക് സോളിഡ്സ് ഹാവിംഗ് സ്മോളർ കാറ്റയോൺ ആൻഡ് ലാർജർ ആനിയോൺ. ഓക്കെ, രണ്ടാമത്തത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കാറ്റയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. നോക്കൂ, കാറ്റയോൺ എന്ത് ചെയ്യുന്നു? പിന്നെ എവിടെ ഉണ്ടായിരുന്നു? അപ്പൊ ഞാൻ ആ ലൈറ്റ് ബ്ലൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത റൗണ്ട് ചെയ്ത ഭാഗമില്ലേ, അവിടെ എന്താ ഉണ്ടായിരുന്ന? കാറ്റയോൺ ഉണ്ടായിരുന്ന. ആ കാറ്റയോൺ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്നും ഇറങ്ങി പിന്നെ ഗ്രീൻ ഷെയ്ഡ് കൊണ്ട് റൗണ്ട് ചെയ്ത ഭാഗത്തോട്ട് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് മാറി. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. That is cation dislocated from its normal site to an interstitial site. Right. ഇനി ഇതൊരു it is a dislocation defect. ഡിസ്ലൊക്കേഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് ഉണ്ടായിരുന്ന ഭാഗം. ഇപ്പൊ നമ്മൾ പിന്നെ കൈ പൊടിഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഡിസ്ലൊക്കേറ്റ് ചെയ്തു പറയും. ബോൺ നമ്മളെ കൈ പിന്നെ ശരീരത്തിൽ നിന്ന് പോയോ? ഇല്ല, യഥാർത്ഥത്തിൽ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നും ഒന്ന് സ്ഥാനം മാറി. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് അയോണ് യഥാർത്ഥത്തിൽ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറിയിരുന്നു. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഇനി ഇത് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ ഡെൻസിറ്റി അത് പിന്നെ ഒന്നും ചെയ്യുന്നതില്ല. കാരണം എന്താ? ഡെൻസിറ്റി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ ഉണ്ട്, ഉള്ള സ്ഥലം മാറിയതേ ഉള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ ഡെൻസിറ്റി. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് എക്സാമ്പിൾ ആണ് ZNS, അതുപോലെ തന്നെ AgCl, AgBr ആൻഡ് AgI. ഇതൊക്കെ പിന്നെ അതൊക്കെ കാണാതെങ്കിലും പഠിച്ചോളാം. ഫ്രങ്കൽ ഡിഫക്റ്റ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. സിങ്ക് സൾഫേറ്റ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ്, സിൽവർ അയോഡൈഡ്, ഇതെല്ലാം ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് എക്സാമ്പിൾ ആണ്. നന്നായി പഠിച്ചോളൂ. പരീക്ഷയ്ക്ക് എത്ര തവണയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നത് എന്നതിന് ഒരു കൈയും കണക്കില്ല. ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താ? അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? This question is repeated many times. നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ you have to analyze the previous year question paper. അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നു ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വാക്കൻസി ഡിഫക്റ്റ് ആണ്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? വാക്കൻസി ഡിഫക്റ്റുമാണ്, ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റുമാണ്. കുറച്ചുകൂടെ നല്ലത് ഡിഫറൻസ് പറയുമ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ കോളത്തിൽ നിങ്ങൾ എഴുതുക ഇറ്റ് ഈസ് എ വാക്കൻസി ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ കോളത്തിൽ നിങ്ങൾ എഴുതുക ഇറ്റ് ഈസ് എ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിയേണ്ട മറ്റൊരു സംഭവം, ഷോർട്ട് കീ ഡിഫക്റ്റില് ഡെൻസിറ്റി ഓഫ് സോളിഡ് ഈസ് ഡിക്രീസ്ഡ്. സോളിഡിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതേസമയം ഫ്രങ്കൽ ഡിഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഡസ് നോട്ട് ചേഞ്ച്. സോളിഡിന്റെ ഡെൻസിറ്റിക്ക് മാറ്റമൊന്നും വരുന്നില്ല. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഷോൺ ബൈ അയോണിക് സോളിഡ്സ് where cation and anion are almost similar in size. കാറ്റയോണിന്റെയും ആനിയോണിന്റെയും സൈസ് സിമിലർ ആണെങ്കിൽ അവിടെ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണാം. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഷോൺ ബൈ അയോണിക് സോളിഡ്സ് where smaller cation and അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നതുപരി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് ഷോർട്ട് ആയിട്ട് എങ്ങനെ പഠിച്ചോളൂ. ഷോൺ ബൈ അയോണിക് സോളിഡ്സ് where smaller cation and larger anion. അങ്ങനെ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ പല തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഷോർട്ട് കീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റിനും എന്തുമാത്രം പ്രാധാന്യമാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന ചോദ്യകർത്താക്കൾ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള നോട്ടുകൾ ഞാൻ എന്താണ് പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഭാഗം ശരിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുക. അപ്പോ അത് ഒരു ലെക്ചർ നോട്ട് പോലെ നിങ്ങളെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പബ്ലിക് പരീക്ഷയ്ക്ക് +1 വന്നത്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഈ ഭാഗം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരുപാട് ഒരു പിന്നെ നല്ലൊരു അറ്റൻഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട സോളിഡ് സ്റ്റേറ്റിലെ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച വാക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും ഒന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്ന് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത് വരൂലെന്നൊന്നുമില്ല. പക്ഷെ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന പിന്നെ വാക്കൻസി ഡിഫക്റ്റും അതേപോലെ തന്നെ വാക്കൻസി ഡിഫക്റ്റ് ആയ ഷോർട്ട് കീ ഡിഫക്റ്റും അതുപോലെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആയ ഫ്രങ്കൽ ഡിഫക്റ്റും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്.
എന്ന് മാത്രമല്ല ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഷോർട്ടി ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡിന് എക്സാമ്പിൾ ഇവിടെ പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ZnS, AgCl, AgBr ആൻഡ് Ag. ഇനി അതിന്റെ പിന്നെ എന്താ ഷോർട്ടി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു, എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു, what are the important differences between ഷോർട്ടി ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ, നിങ്ങളുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്നുണ്ടാവും. അതില് എക്സാമ്പിൾ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലിന് എക്സാമ്പിൾ ഉണ്ടല്ലോ അവിടെ, സിങ്ക് സൾഫൈഡ് ഉണ്ട്, സിൽവർ ക്ലോറൈഡ് ഉണ്ട്, സിൽവർ ബ്രോമൈഡ് ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ അയഡൈഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ക്രിസ്റ്റലിന്റെ എക്സാമ്പിൾ ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ ശരിക്കും നോക്കിക്കൊടുക്കാം. ZnS എന്തൊക്കെയാണ്, ZnS, AgCl, AgBr ആൻഡ് AgI. എന്താണ് ഇത് കാണിക്കണമെന്നുള്ള കണ്ടീഷൻ എന്താ, കാറ്റയോണിന്റെ സൈസ് ചെറുതും ആനോണിന്റെ സൈസ് വലുതുമാകണം. ഇനി ഇതാ നമുക്ക് ഷോർട്ടി ഡിഫക്റ്റിലേക്ക് ഒന്ന് പോവാം. ഷോർട്ടി ഡിഫക്റ്റില് എക്സാമ്പിൾ എന്തൊക്കെയാ, NaCl, KCl, CaCl ആൻഡ് AgBr. എന്താ ശരിക്കും നോക്കിയോളൂ, NaCl, KCl, CaCl ആൻഡ് ഫൈനലി എഴുതിയിരിക്കുന്ന ആരാ, AgBr. ഇപ്പൊ ഷോർട്ടി ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു സോളിഡ് ആണ് AgBr, റൈറ്റ്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതിനുമാരുണ്ട്, AgBr ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഫോക്കസ് ചെയ്യണം. ഷോ ആൻ എക്സാമ്പിൾ ഫോർ അല്ലെങ്കിൽ റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ക്രിസ്റ്റൽ which have the capacity to show both fungal defect and shorty defect. ഫ്രങ്കൽ ഡിഫക്റ്റും ഷോർട്ടി ഡിഫക്റ്റും കാണിക്കുന്ന രണ്ട് ഡിഫക്റ്റുകളും കാണിക്കുന്ന സോളിഡിന് ഒരു എക്സാമ്പിൾ എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് എന്താണ്, AgBr is an example for such kind of solids. AgBr is a solid having the capacity to show both fungal defect and shorty defect. Okay, ഇപ്പൊ ആ ഒരു ഏരിയ നമ്മൾ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഡിഫറൻസുകളൊക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് പഠിച്ചോളൂ. ഷോർട്ടി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ നന്നായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അതുപോലെ ഷോർട്ടി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും രണ്ടും കാണിക്കുന്ന സോളിഡിന് ഒരേ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ സിലബസിലുള്ളൂ, ദാറ്റ് ഈസ് AgBr. പരീക്ഷയ്ക്ക് ചോദിക്കും, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ഭാഗമാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റും സാധാരണ അയോണിക് സോളിഡുകളെ ഉണ്ടാക്കാറുള്ളൂ. സാധാരണ രീതിയിൽ അയോണിക് സോളിഡ്സ് ആണ് എന്തുണ്ടാക്കുക, പിന്നെ ഈ പറയുന്ന ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ടാക്കാം. നോക്കൂ, അയോണിക് സോളിഡ് എക്സാമ്പിൾ അല്ലേ NaCl. നന്നായിട്ട് ശ്രദ്ധിച്ചോളണം കേട്ടോ. എന്താണ് അപ്പൊ അയോണിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, അയോണിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും, റൈറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതില് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കാണ് NaCl കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കുക Na+ അയോണും Cl- അയോണും. അപ്പോ ഇവിടെ Na+ അയോൺ ഉണ്ട്, Cl- അയോൺ ഉണ്ട്. നോക്കൂ നിങ്ങൾ, Na+ ഫസ്റ്റ്, ദെൻ ഒരു കുറച്ചുകൂടെ ബ്ലൂ ആയിട്ടുള്ളത് Na+, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ളത് Cl-, Na+, Cl-, Na+, Cl-, അല്ലേ. അപ്പൊ നോക്കൂ നിങ്ങൾ, Cl- കഴിഞ്ഞാൽ പിന്നീട് ആരാ വരേണ്ടത്, Na+ വരേണ്ടത്. പക്ഷെ അവിടെ ആരാ കയറി വന്നിരിക്കുന്ന ആരാ, Sr2+ ആണ്. അതായത് സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റലിൽ Na+ അയോണുകളും Cl- അയോണുകളെ കാണാൻ പാടുള്ളൂ. അവിടെ ഇംപ്യൂരിറ്റി ആയിട്ട്, അതായത് സോഡിയം ക്ലോറൈഡ് നിർമ്മിച്ചപ്പോഴ് ഇംപ്യൂരിറ്റി ആയിട്ട് അശുദ്ധ പദാർത്ഥമായിട്ട് സ്ട്രോൺഷ്യൻ ക്ലോറൈഡ് കയറി വരുന്ന ഒരു അവസ്ഥയാണ്. സ്ട്രോൺഷ്യൻ ക്ലോറൈഡിന്റെ ഫോർമുല എന്താ, SrCl2. SrCl NaCl അയോൺസ് എനിക്ക് Na+, Cl-. ഇപ്പൊ Na+, Cl- NaCl ക്രിസ്റ്റലിൽ കാണാൻ പാടുള്ളൂ. പക്ഷെ ഉപ്പാണല്ലോ NaCl. അത് നിർമ്മിക്കുന്നതിനിടയിൽ എങ്ങനെയോ ഇംപ്യൂരിറ്റി ആയിട്ട് സ്ട്രോൺഷ്യൻ ക്ലോറൈഡ് അതിനകത്ത് കയറി വന്നു. സ്ട്രോൺഷ്യൻ ക്ലോറൈഡിൽ അയോൺസ് എനിക്കാണ് Sr2+ഉം Cl-. ഇനി നിങ്ങൾ നോക്കുക, Na+ന്റെ സൈസും Sr2+ന്റെ സൈസും ഏറെക്കുറെ സെയിം ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, Na+ അയോണിന്റെയും Sr2+ന്റെയും സൈസ് ഏറെക്കുറെ സെയിം ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, Na+ നിൽക്കുന്ന സ്ഥാനത്ത് Sr2+ നിൽക്കാം, Sr2+ നിൽക്കുന്ന Sr2+ പിന്നെ നിൽക്കാൻ കഴിയുന്ന സ്ഥലത്ത് ആർക്കും നിൽക്കാം. Sr2+ നിൽക്കാൻ കഴിയുന്ന സ്ഥലത്ത് ആർക്ക് നിൽക്കാൻ സാധിക്കും, പിന്നെ Sr2+ ആണ് റൗണ്ട് ചെയ്തത് അല്ലെ. ഇനി Na+, ന്റെ പിന്നെ പൊസിഷൻ ഇവിടെ നോക്കൂ നിങ്ങള്, Na+ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു Na+. ആ Na+ന്റെ സൈസും Sr2+ന്റെ സൈസും സെയിം ആണ്. മീൻസ് Na+ നിൽക്കുന്ന സ്ഥാനത്ത് ആർക്ക് കയറി നിൽക്കാം, Sr2+ കയറി നിൽക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, Na-യുടെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ, ആണല്ലോ. Sr മുകളിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. Na+ന്റെയും Sr2+ന്റെയും സൈസ് സെയിം ആണ്. അതുകൊണ്ട് Na+ നിന്ന സ്ഥാനത്ത് Sr2+ കയറാം.
പക്ഷെ Na+ന്റെയും Sr2+ന്റെയും മുകളിലുള്ള പോസിറ്റീവ് ചാർജിന്റെ എണ്ണം വ്യത്യാസമുണ്ട്. ഒരു Na+ അല്ലെ, ഒരു Na യുടെ മുകളിൽ ഒരു പ്ലസ് ആണ്, ഒരു Sr മുകളിൽ രണ്ട് പ്ലസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു അയോണിക് സോളിഡുകളില് പിന്നെ ടോട്ടൽ ചാർജ് എന്താവണം, എപ്പോഴും സെയിം ആവണം. അപ്പൊ ഒരു Sr2+ എന്ന് പറയുമ്പോൾ ചാർജ് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് Na+നോട് സമമാണ്. അപ്പൊ മൊത്തം ചാർജ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒരു Sr2+ വന്നാൽ രണ്ട് Na പിന്നെ എന്താ പറയാ രണ്ട് Na+ന് സമമായതുകൊണ്ട് ഇപ്പൊ മൂന്നാമത്തെ ലെയറില് Na+Cl- പിന്നെ ഒരു സ്ക്വയർ കാണാം. അവിടെ നിന്നുണ്ടായിരുന്ന Na+ ഒഴിഞ്ഞു പോയി. എന്തിനാണ് അവിടെയുള്ള Na+ ഒഴിഞ്ഞു പോയത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള Na+ ഒഴിഞ്ഞു പോയാൽ മാത്രമാണ് ടോട്ടൽ ചാർജ് എന്തായിട്ട് മാറാം, ടോട്ടൽ ചാർജ് പിന്നെ ന്യൂട്രൽ ആയിട്ട് നിൽക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു Sr2+നെ സ്വാഗതം ചെയ്തതോടുകൂടി രണ്ട് Na+ തുല്യമായത്. അപ്പോ രണ്ട് Na+ നിന്നിരുന്ന സ്ഥാനത്ത് ഒരു Na+ന്റെ ഭാഗം വേക്കന്റ് ആവുകയും ഒരു Na+ എന്ന സ്ഥാനത്ത് Sr2+ കയറുകയും ചെയ്തു. അപ്പോ ഇതാണ്, ഇത്തരം ഡിഫക്റ്റിനെയാണ് നമ്മളെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കൂ, പിന്നെ നോക്കൂ, ഇൻ ദ അവിടെ സ്പെല്ലിംഗിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ ദ മോഷൻ എന്നല്ല, ഇൻ ദ ക്രിസ്റ്റൽ എന്നാണ്. ഇൻ ദ ക്രിസ്റ്റൽ ഓഫ് NaCl, ഇൻ ദ ക്രിസ്റ്റൽ ഓഫ് NaCl എന്നാണ്. പിന്നെ നിങ്ങളത് മനസ്സിലാക്കാൻ നിങ്ങളത് തെറ്റി എഴുതുമ്പോൾ ശ്രദ്ധിച്ചു. ഈ മോഷൻ എന്ന് ഞാൻ റോങ് ആയിട്ട് പ്രിന്റ് ചെയ്തതാണ്, ടൈപ്പ് ചെയ്തതാണ്. ഇൻ ക്രിസ്റ്റൽ എന്നാണ്. ഇൻ ക്രിസ്റ്റൽ ഓഫ് NaCl containing a little amount of SrCl2 is crystallized. അതായത് കടലിൽ നിന്നും കടൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സോഡിയം ക്ലോറൈഡ് നമ്മുടെ ക്രിസ്റ്റലായി വേർതിരിച്ചെടുക്കുമ്പോൾ അത് സ്ട്രോൺഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇംപ്യൂരിറ്റി കയറി വന്നു. അങ്ങനെ വന്നപ്പോ എന്താ ചെയ്തത്? സം ഓഫ് ദി സൈഡ്സ് ഓഫ് Na+ ions are occupied by Sr2+. ചില Na+ നിന്നിരുന്ന സ്ഥലത്തോട് Sr2+ കയറി. Each Sr2+ replaces two Na+ ions. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു Sr2+ കയറിയാൽ രണ്ട് Na+ പോകണം. It occupies the site of one cation. അവിടെ നോക്കൂ നിങ്ങൾ, ഒരു Sr2+ വന്നപ്പോഴ് രണ്ട് Na+ന്റെ സ്ഥാനം ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗവും അതുപോലെ ഒരു പിന്നെ Na+ എന്ന സ്ഥാനവും Sr2+ കയ്യേറി. അപ്പോൾ ഒരു Na+ നിൽക്കുന്ന സ്ഥാനം മതി Sr2+ നിൽക്കാൻ. പിന്നെ ഒരു ഭാഗം വാക്കന്റ് ആയി കാണുന്ന കാരണം എന്താണ്? ടോട്ടൽ ചാർജ് സെയിം, പിന്നെ ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ക്രിസ്റ്റൽ ഓഫ് NaCl containing a little amount of SrCl2 is crystallized. Some of the sites of Na+ ions are occupied by Sr2+. Each Sr2+ replaces two Na+ ions. It occupies the site of one cation and other site remains vacant. ശരിക്കും ശ്രദ്ധിച്ചു വായിച്ചു നോക്കുക. ഇനി ഇംപ്യൂരിറ്റി ഡിഫക്റ്റിന് എക്സാമ്പിൾ ആണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ എങ്ങനെ ആൻസർ പറയാം? Impurity defect is usually shown in a crystal of NaCl where impurity is SrCl2. Okay. In impurity defect is also shown in the crystal of CaCl2 where in the crystal of CdCl2 and the CaCl2 അല്ല, CdCl2 and AgCl. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കാൽസ്യം ക്ലോറൈഡ് അല്ല, കാഡ്മിയം ക്ലോറൈഡ് ആണ്. അത് ശ്രദ്ധിക്കുക. അപ്പോ ഇത് രണ്ടുമാണ് CdCl2 and AgCl. ഒന്നാമത്തെ എക്സാമ്പിൾ NaCl plus SrCl2 ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. NaCl എന്ന് മാത്രം പറഞ്ഞ പോലെ ഇംപ്യൂരിറ്റി കൂടി സ്പെസിഫൈ ചെയ്യണം. Impurity defect is found in the crystal of NaCl with SrCl2. It is also found in CdCl2 and AgCl. Okay. അപ്പൊ ഇതാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ടത്, മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മളിപ്പോ രണ്ട് ഡിഫക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. The first defect was, what was the first defect? ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. രണ്ടാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, രണ്ട് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ. നമ്മൾ ഇനി പറയാൻ പോകുന്നു, പഠിച്ച ഭാഗങ്ങളൊക്കെ ശരിക്കും നോക്കിക്കോളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഷോർട്ട് കീയും ഫ്രണ്ടിലുമാണ്. എക്സ്പ്ലെയിൻ അബൌട്ട് ഷോർട്ട് കീ ഡിഫക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് ഫ്രങ്കൽ ഡിഫക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് പരീക്ഷയ്ക്ക് വരാം. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലിന് എക്സാമ്പിൾ എഴുതൂ പരീക്ഷയ്ക്ക് വരാം. ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലിന് എക്സാമ്പിൾ എഴുതൂ പരീക്ഷയ്ക്ക് വരാം. അതുപോലെ ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും രണ്ടും കാണിക്കുന്ന ക്രിസ്റ്റലിന് ഒരേ ഒരു എക്സാമ്പിളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആൻസർ ഈസ് AgB പരീക്ഷയ്ക്ക് ചോദിക്കാം.
അതുപോലെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് അല്ലെങ്കിൽ സോളിഡിന് എക്സാമ്പിൾ പറയുക. അത് പറയുമ്പോൾ ഇംപ്യൂരിറ്റി അടക്കം വേണം പറയാം. Impurity defect is usually shown in a crystal of NaCl where the impurity is SrCl2. അതുപോലെ CdCl2 and the AgCl അത് പറയാം. അതുപോലെ അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട്. എന്താ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐസിന്റെ ഫോർമുല എന്താ? H2O. H2Oയിൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലെ? ഡിഫക്റ്റിന് മുമ്പ് അതായത് ഒറിജിനലി അതിലെ ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലെ ഉണ്ടാവുക? 2:1 ആണല്ലോ. ഡിഫക്റ്റിന് ശേഷവും അതായത് ചില ആറ്റങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴിഞ്ഞു പോയതിനു ശേഷവും അതിലെ ആ ഡിഫക്റ്റിന് മുമ്പും പിമ്പും അതിനകത്തുള്ള ആറ്റങ്ങളുടെ റേഷ്യോക്ക് മാറ്റമില്ല എങ്കിൽ അത് സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് ആണ്. അതേസമയം ഡിഫക്റ്റ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഐസിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 എന്ന രീതിയിൽ വരാം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും എന്നല്ല, എത്ര ഹൈഡ്രജൻ ആറ്റം എത്ര ഓക്സിജൻ ആറ്റം അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ റേഷ്യോ എപ്പോഴും 2:1 എന്നാവും. പക്ഷേ ആ 2:1 ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞു 2 ഹൈഡ്രജൻ ആറ്റം ഐസിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം 990 ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് ഓക്സിജൻ എത്ര ഒഴിഞ്ഞു പോകണം? ഒരു ഓക്സിജൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ 499 ഓക്സിജൻ ഉണ്ടാവാം. 500 ഓക്സിജൻ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴ് 998 499 അപ്പോൾ 2:1. അപ്പൊ ഇത് ഇത്തരം ഡിഫക്റ്റുകൾ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് ആണ്. ഇനി ഐസിൽ നിന്ന് ഹൈഡ്രജൻ മാത്രം ഒഴിഞ്ഞു പോയി. 1000 ഹൈഡ്രജനും 500 ഓക്സിജൻ ഉണ്ടായിരുന്നു. അപ്പൊ 1000 ഹൈഡ്രജനില്ല, 2 ഹൈഡ്രജൻ ഒഴിഞ്ഞു പോയി. എത്ര ഹൈഡ്രജൻ ബാക്കിയുണ്ട്? 998. ഒഴിഞ്ഞു പോയതേ ഇല്ല ഓക്സിജൻ. അപ്പൊ ഇവിടെ റേഷ്യോ എത്രയാണ്? ഡിഫക്റ്റിന് മുമ്പ് എത്രയായിരുന്നു? 2:1 ആയിരുന്നു. ഡിഫക്റ്റിന് ശേഷം 998 ഹൈഡ്രജനും 500 ഓക്സിജനും. അപ്പൊ റേഷ്യോ 2:1 ആണോ? അല്ല. അപ്പോൾ റേഷ്യോ ബാധിക്കപ്പെട്ടു. അത്തരം ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട്. ഡിഫക്റ്റിന് മുമ്പും ഡിഫക്റ്റിന് ശേഷവും പിന്നെ വിവിധ ആറ്റങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന റേഷ്യോക്ക് മാറ്റമില്ല എങ്കിൽ അതിനെ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്ന് നമ്മൾ പറയും. റേഷ്യോ സ്വാധീനിക്കപ്പെട്ടു എങ്കിൽ അതിനെ നമ്മൾ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്ന് പറയും. The defects that disturb the stoichiometry of solid. Okay, it is ഈ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് തന്നെ 2 രീതിയിലുള്ള മെറ്റൽ എക്സസ് ഡിഫക്റ്റും അതുപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റും അതുപോലെ തന്നെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഇപ്പൊ നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്നാൽ എന്ത്? അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്ട് എന്ന ഡെഫിനിഷൻ പഠിക്കുക. The defects that disturb the stoichiometry of solid. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയാ? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറയുക. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് അത് സ്റ്റോഷിയോമെട്രിയെ ബാധിക്കപ്പെടുന്നു, സ്റ്റോഷിയോമെട്രിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എങ്കിൽ such defects are non stoichiometric defects. സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്നില്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. ഓക്കെ, സ്റ്റോഷിയോമെട്രിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വാക്കൻസി ഡിഫക്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്, ഫ്രങ്കല്, ഷോക്കി, അതൊക്കെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ആണ്. അപ്പോ ഇനി നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റുകൾ 2 രീതിയിലുണ്ട്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ അധികമാകുന്നത് കൊണ്ടുണ്ടാകുന്ന നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഉണ്ട്. അതില് ഇന്ന് നമ്മള് പിന്നെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് പറയാൻ പോകുന്നു മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നിങ്ങള് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആദ്യം സോളിഡ് ആണ്. നെഗറ്റീവ് ആയോൺ, പോസിറ്റീവ് ആയോൺ, നെഗറ്റീവ് ആയോൺ, പോസിറ്റീവ് ആയോൺ, നെഗറ്റീവ് ആയോൺ, പോസിറ്റീവ് ആയോൺ, അങ്ങനെ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇവിടെ 4ാമത്തെ റോ നോക്കൂ. 4ാമത്തെ റോ പിന്നെ പോസിറ്റീവ് അല്ലെ? 4ാമത്തെ റോയിൽ പോസിറ്റീവ് ആയോൺ കൊണ്ടല്ലോ തോന്നുന്നത്. പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. പിന്നെ നെഗറ്റീവ് ആയോൺ വരേണ്ട സ്ഥാനത്ത് അവിടെ ആരെ എഴുതിയിരിക്കുന്നു? ഇലക്ട്രോണിനെ എഴുതിയിരിക്കുന്നു അല്ലെ? ആ ഇലക്ട്രോൺ എങ്ങനെ വരുന്നു എന്നതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോ പിന്നെ ഈ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെന്റർ. ഫ്രീ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് സെന്റർ എന്ന് പറയും. ഓക്കെ, ഇനി പിന്നെ ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് തന്നെ 2 രീതിയിലുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വാക്കൻസീസ്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വാക്കൻസീസ്. എന്തുകൊണ്ടത് അങ്ങനെ ആനയോണിക് വാക്കൻസീസ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ നോക്കൂ നിങ്ങൾ, 4ാമത്തെ റോയിൽ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ് പറഞ്ഞാൽ കാറ്റയോൺ, പിന്നെ നെഗറ്റീവ് ആയോൺ ആനിയോൺ, പിന്നെ പോസിറ്റീവ് ആയോൺ കാറ്റയോൺ. അവിടെ നെഗറ്റീവ് ആയോൺ ആനിയോൺ നിൽക്കേണ്ട ഭാഗത്താണ് ഈ ഇലക്ട്രോൺ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആനിയോണ് നിൽക്കേണ്ട സ്ഥാനത്ത് ആര് വന്നു? ഇലക്ട്രോൺ വന്നു. അപ്പൊ ആനിയോണിക് വാക്കൻസിയിൽ ആണ് എന്ത് വന്നിരിക്കുന്നത്? ഇലക്ട്രോൺ വന്നത്. അപ്പൊ ആനിയോൺ അവിടെ വാക്കന്റ് ആണ്. അപ്പൊ എന്ത് കൂടുതൽ അവിടെ?
അപ്പൊ ഇത് നോക്കൂ, നിങ്ങൾ Na+ഉം Cl- സോഡിയം ക്ലോറൈഡ് ആണ് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ, ആ ഫസ്റ്റ് റോ നോക്കൂ, ആദ്യം Cl- പിന്നെ Na+, Cl- Na+, അങ്ങനെ നാലാമത്തെ റോയില് ആദ്യം എന്താ വരിക, പിന്നെ നാലാമത്തെ റോയില് ഇവിടെ എന്ത് വരും, പോസിറ്റീവ് ആണ്. ഈ നാലാമത്തെ റോയില് ഫസ്റ്റ് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മള് ആ പോസിറ്റീവ് ആണ് വരയ്ക്കാം. പോസിറ്റീവ് ആണ് നമ്മള് പിന്നെ പിന്നെ പോസിറ്റീവ് ആണ്, ഞാൻ ഉദ്ദേശിച്ച പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നെഗറ്റീവ് ആയോണ്, ദെൻ പിന്നെ പോസിറ്റീവ് ആയോണ് അല്ലെ. ഇപ്പോ റൗണ്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ആണ് കണ്ടിട്ടുണ്ടാവും. ഇനി വരേണ്ടത് എന്താ, ഒരു നെഗറ്റീവ് ആയോണാണ് അല്ലെ. ആ നെഗറ്റീവ് ആയോണിന്റെ സ്ഥാനത്തല്ലേ ഇലക്ട്രോൺ വന്നത് അല്ലെ. അവിടെ വരേണ്ടത് ആരാണ്, നെഗറ്റീവ് ആയോൺ. നെഗറ്റീവ് ആയോൺ നമ്മൾ പറയുന്ന പേരെന്താ, ആനയോൺ. അപ്പൊ ആനയോൺ വരേണ്ട സ്ഥാനം വാക്കന്റ്, ആ വാക്കന്റ് ആയ സ്ഥാനത്താണ് ഇലക്ട്രോൺ വന്നത്. അപ്പൊ എന്ത് കൂടുതലാണ് ഇവിടെ, NaCl ആണെങ്കിൽ ഇതിലിപ്പോ എന്ത് കൂടുതലായിരിക്കും, Na+ കൂടുതലായിരിക്കും, Cl- ആണ് പോയിട്ടുണ്ടാവുക. ഇവിടെ ആര് കൂടുതലാ, Na+ കൂടുതലാ. Na എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് മെറ്റൽ അധികമായി, മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വാക്കൻസീസ്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വാക്കൻസീസ് എന്ന് പറയുന്നത് അതിനെയാണ്. ശ്രദ്ധിക്കുക. ഇനി അതിന് ഉദാഹരണമാണ് NaCl-ഉം KCl-ഉം ആണ് ഇത്തരം ഡിഫക്റ്റുകൾ പ്രധാനമായിട്ട് കാണിക്കുന്ന അയണിക് സോളിഡ്സ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാവും നോക്കാം. NaCl പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോണിക് വാക്കൻസീസ്. അപ്പോ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. NaCl-ഉം KCl-ഉം ആണ് ഇത്തരം ഡിഫക്റ്റ് കാണിക്കുന്ന പ്രധാനപ്പെട്ട ക്രിസ്റ്റൽ. ഉദാഹരണമായിട്ട് when NaCl crystal is heated in an atmosphere of sodium vapor, the sodium atoms are deposited on the surface of crystal. sodium chloride, sodium vapor, ഇപ്പൊ നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സോഡിയം വേപ്പർ ലാമ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോഡിയം ക്ലോറൈഡ്, സോഡിയം വേപ്പറിൽ, സോഡിയം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ, സോഡിയം ആറ്റങ്ങള് ആ ക്രിസ്റ്റലിന്റെ സർഫസിൽ, സോഡിയം ക്ലോറൈഡിന്റെ പ്രതലത്തിൽ സോഡിയം ആറ്റം പറ്റിപ്പിടിക്കും. When NaCl crystal is heated in an atmosphere of sodium vapor, sodium atoms are deposited on the surface of crystal. സോഡിയം ആറ്റങ്ങൾ സോഡിയം ക്ലോറൈഡിന്റെ സർഫസിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇപ്പോ സോഡിയം ക്ലോറൈഡിന്റെ പ്രതലത്തില് സോഡിയം ആറ്റം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പറ്റിപ്പിടിച്ച സോഡിയം ആറ്റം ഉണ്ടല്ലോ, പ്രതലത്തിൽ പറ്റിപ്പിടിച്ച സോഡിയം ആറ്റം, ആ സോഡിയം ആറ്റത്തിന്റെ അടുത്തേക്ക് ഈ ക്രിസ്റ്റലിന്റെ ഉള്ളിലുള്ള അനേകം എന്തുണ്ടതിലെ പിന്നെ അനേകം പിന്നെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഉണ്ട്. നെഗറ്റീവ് ആണ് Cl- ആയിരിക്കും. അപ്പൊ ഈ പുറത്ത് പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഇതിനകത്ത് ഒരുപാട് Na+ഉം Cl- ഉണ്ട്. പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സോഡിയം ആറ്റത്തിന്റെ അടുത്തേക്ക് ആര് ഇറങ്ങിച്ചെല്ലും, ഏതെങ്കിലും ഒരു Cl- ഇറങ്ങിച്ചെല്ലും. ആ Cl- ഇറങ്ങിച്ചെല്ലുമ്പോ ആ Cl- ചെല്ലുന്നത് പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന സോഡിയം ആറ്റത്തിലേക്കാണ്. ആ Cl- സ്വീകരിക്കണമെങ്കിൽ ആ സോഡിയം ആറ്റം ആദ്യം ആരായി മാറണം, Na+ ആയി മാറണം. ഇപ്പൊ Cl- സ്വീകരിക്കാൻ വേണ്ടി പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന Na+ ആയി മാറി. ആ Na+ ആയി മാറുമ്പോൾ അത് ഇലക്ട്രോണിന്റെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് ഈ Cl- ഇറങ്ങിപ്പോയിരിക്കുന്ന ഈ ഭാഗത്ത് കയറി നിന്നത്. അങ്ങനെ ഈ കയറി നിൽക്കുന്ന ആനയോൺ നിൽക്കേണ്ട സ്ഥലത്ത് കയറി നിൽക്കുന്ന ഈ ഇലക്ട്രോൺ വരുന്നതോടുകൂടി എന്താണ്, മൊത്തം ചാർജ് എന്തായി, ന്യൂട്രൽ ആവുകയും ചെയ്തു. അപ്പൊ ഇത്തരം ആ ഇലക്ട്രോണിനെ, ആനിയോണിന്റെ വാലൻസിൽ കയറി നിൽക്കുന്ന ആ ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് F സെന്റർ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. The Cl- ion from inner sides of the crystal diffuse and combine with the Na+. Na+ആയിട്ട് കമ്പൈൻ ചെയ്യും, which originates from sodium atom deposited on the surface of crystal. During this, an electron is escaped from sodium and that electron is trapped in the position of Cl- and is called F center. നന്നായിട്ട് നോക്കുക, ഒരിക്കൽ കൂടി ഞാൻ പറയാം. ക്രിസ്റ്റലിന്റെ ഉള്ളിലുള്ള Cl- ഒന്ന് ക്രിസ്റ്റലിൽ നിന്നും പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് സോഡിയം വേപ്പറിൽ ഹീറ്റ് ചെയ്തപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിന്റെ പുറത്തെ പ്രതലത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സോഡിയം ആറ്റത്തിന്റെ അടുത്തേക്ക് ചെല്ലും. ആ സോഡിയം ആറ്റം Cl- വെൽക്കം ചെയ്യണമെങ്കിൽ സോഡിയം ആരായി മാറണം, Na+ ആയി മാറണം. അങ്ങനെ Na+ ആയി മാറുമ്പോൾ പുറത്തോട്ട് ആര് വരും, ഇലക്ട്രോൺ വരും. ആ ഇലക്ട്രോൺ എന്തെയും ഏത് Cl- ആണോ ക്രിസ്റ്റലിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്നത്, ആ Cl- എന്ന സ്ഥാനത്തേക്ക് ഇലക്ട്രോൺ കയറി ചെല്ലും.
Okay, so the Cl minus ions from inner sides of the crystal diffuse and combines with the Na plus, which originates from sodium atom deposited on the surface of the crystal. During this, an electron is escaped from sodium and that electron is trapped in the position of Cl minus, and that center is known as F center. എന്നെ വിളിക്കുന്ന പേരാണ് F center. ഈ F center ഉണ്ടെങ്കിൽ ക്രിസ്റ്റലുകൾ കളർഡ് ആയിരിക്കും. എഫ് സെന്ററുകൾ അടങ്ങിയിരിക്കുന്ന ക്രിസ്റ്റലുകൾക്കൊക്കെ എന്തുണ്ടായിരിക്കും? കളർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എഫ് സെന്ററുകളെ പലപ്പോഴും നമ്മൾ കളർ സെന്റർ എന്നും പറയാറുണ്ട്. എഫ് സെന്ററുകളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? കളർ സെന്റർ. ഉദാഹരണമായിട്ട്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എഫ് സെന്റർ LiCl is pink and KCl is violet. മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക്. പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. LiCl crystal is pink in color, KCl crystal is violet in color. Explain. 2 മാർക്കിനാണ് ചോദ്യം വരാറുള്ളത്. പക്ഷെ എത്ര മാർക്കാണെങ്കിലും പേപ്പർ വാല്യുവേഷനിലെ നിരവധി വർഷങ്ങൾ പങ്കെടുത്ത് പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്, 2 മാർക്കിനാണ് ചോദ്യമെങ്കിലും LiCl is pink in color. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എഫ് സെന്റർ എന്ന് മാത്രം എഴുതിയാലും 2 മാർക്ക് കിട്ടും. KCl is violet in color. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എഫ് സെന്റർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് പിന്നെ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളാണ് അപ്പൊ നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള മെറ്റൽ എക്സസ് ഡിഫക്ട് ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഉണ്ട്. അതിലെ മെറ്റൽ എക്സസ് ഡിഫക്ട് തന്നെ 2 രീതിയിലുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഇവിടെ നമ്മൾ എഴുതിയത് പേര് മെറ്റൽ എക്സസ് ഡിഫക്ട് ആണ് നമ്മൾ പഠിച്ച മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ്. ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം, അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ വായു പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കാതെ എവിടെ നിർത്തി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്ട് തന്നെ 2 രീതിയിലുണ്ട്. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസിലാണ് എഫ് സെന്റർ വരിക. എഫ് സെന്ററിനെ പലപ്പോഴും നമ്മളെ കളർ സെന്റർ എന്ന് പറയാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ ആൻഡ് ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പൊ നമുക്ക് സമയം അപ് ടു ദ ലിമിറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ് അഥവാ എഫ് സെന്റർ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലുള്ള ഡിസ്കഷനിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കരുതുന്നു.